ഇപ്പോൾ നമ്മുടെ കേരളത്തിലുടനീളം പാഠപുസ്തകം മുൻകൂട്ടി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ മുൻകൂട്ടി കൊടുക്കുന്നത് ഒരു അപരാധമാണെന്ന നിലയിലാണ് UDF പറയുന്നത്. കോൺഗ്രസിൻ്റെ നിയമസഭാ പ്രചാരണ സമിതിയുടെ അധ്യക്ഷനായ ശേഷം രമേശ് ചെന്നിത്തല ആദ്യം നടത്തിയ പ്രതികരണത്തിലൊന്നും പാഠപുസ്തകം നേരത്തെ കൊടുക്കേണ്ടതായിരുന്നില്ല, UDFൻ്റെ പൊതു നിലപാട് ഇതിനെതിരാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിനെതിരാണ് എന്നാണ്. പാഠപുസ്തകം സമയത്ത് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സൗകര്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതിപ്പോൾ 9ാം ക്ലാസ് തീരാതെ 10ാം ക്ലാസ്സിൻ്റെ പുസ്തകം എന്തിനാണ് കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. കേരളത്തിലാണെങ്കിൽ 9ാം ക്ലാസ്സും വരെ എല്ലാ കുട്ടികളും പാസ്സാകുന്നതാണ്. അപ്പോൾ തോറ്റോ ജയിച്ചോ എന്നുള്ളത് അറിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. അതുകൊണ്ട് മുമ്പ് ഓണം നേരത്തെ വന്നതുകൊണ്ട് പുസ്തകം ഓണപരീക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ മന്ത്രിയുള്ള നാടാണ് UDFൻ്റെ കാലത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. മാത്രമല്ല, കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞപ്പോഴും പുസ്തകം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫോട്ടോസ്റ്റാറ്റ് പുസ്തകമാണ് നിരവധി കുട്ടികൾ അന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പറയുന്നതിന് പകരം രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞപ്പോൾ വി ഡി സതീശനൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണല്ലോ. നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി നുണ കൂടി പറഞ്ഞിരിക്കുകയാണ്. അത് UDFൻ്റെ കാലത്ത് പാഠപുസ്തകങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ, ഒരു തവണ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തവണ മാത്രമല്ല, എല്ലാ തവണയും മുടങ്ങിയിരുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നിട്ടാണ് കോൺഗ്രസിൻ്റെ മുഖപത്രത്തിന് പോലും മുഖപ്രസംഗം എഴുതേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് അദ്ദേഹം മറന്ന് പുതിയ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പച്ചക്കള്ളം വീണ്ടും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വലിയ മെറിറ്റൊന്നും അവകാശപ്പെടാനില്ല. എന്താ കാരണം, ഇത് പണ്ടേ ഉള്ള ഒരു പുസ്തകം അതിങ്ങനെ ആദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വീണ്ടും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിന് ക്രെഡിറ്റ് എടുക്കണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ, പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. യഥാർത്ഥത്തിൽ ഈ പാഠപുസ്തകങ്ങളെല്ലാം പരിഷ്കരിപ്പിച്ച പാഠപുസ്തകങ്ങളാണ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും പരിഷ്കരിച്ച വിവരം പ്രതിപക്ഷ നേതാവ് അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ കളവ് പറയണം എന്നുള്ളതുകൊണ്ട് അതും കളവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പണ്ട് പ്രിൻ്റ് ചെയ്ത് വെച്ച പുസ്തകം അത് റീപ്രിൻ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിന് മെറിറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണ്, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതിയ പാഠപുസ്തകമാണ് തയ്യാറാക്കി കൊടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ശബരിമല പ്രശ്നം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസ് കോടതി ഓരോ പ്രാവശ്യവും ശക്തിയായ രീതിയിൽ അതിനെ എതിർത്ത് നിലപാട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് CBI വേണം അന്വേഷിക്കണമെന്ന് പറയുന്നത്? SIT അന്വേഷണം തൃപ്തികരമായി നടക്കുകയാണ്. നിങ്ങൾക്ക് SIT അന്വേഷണം ഫലപ്രദമായി നടക്കുമെന്ന് വിശ്വസിച്ചുകൂടെ? കോടതിയുടെ കീഴിലാണല്ലോ അന്വേഷണം നടക്കുന്നത് ഒന്നും. പിന്നെ നിങ്ങളെന്തിനാണ് ഈ CBIയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്? CBIയിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് സംസ്ഥാന പോലീസിലെ ഡെപ്യൂട്ടേഷനിൽ പോയ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ? പിന്നെ എന്താണ് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഇന്നലെ ചോദിച്ചത് കുറച്ചും കൂടി കടുപ്പിച്ചാണ്. കോടതി ചോദിച്ചു, നിങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറയുകയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 5 CBI കേസ്
കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചോളൂ. 5 കേസെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം മനസ്സിൽ ഈ CBI കേസ് മമ്മൂട്ടി കേസാണ്. സിനിമയിലെ CBI കേസിൻ്റെ ഭാഗമായിട്ടുള്ളൂ CBI 1, 2 നിലം വന്നേ മമ്മൂട്ടി നായകനായിട്ട് ഡയറിക്കുറിപ്പ്. അമ്മാതിരി കേസിനെ പറ്റിയാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ 5 കേസ് പറ, ഇത് കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഏതെങ്കിലും ഒരു 5 കേസ് CBIനെ പറ്റി പറ എന്ന് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേസ് എന്നും പറഞ്ഞിട്ട് നടക്കുക. അതായത് പ്രതിപക്ഷ നേതാവാണ് ആദ്യം CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കേസ് പോയി, അതിൻ്റെ ഒപ്പം തന്നെ തന്ത്രി സമാജവും പോയി, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും പോയി കേസിന്. ഇവരെല്ലാം പോയപ്പോൾ ആ കേസെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കുന്ന 2 ഘട്ടത്തിലാണ്. നിങ്ങൾ എന്തിനാണ് SITയെ അപമതിക്കുന്നത്? അവർ നല്ല രീതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷിക്കുന്ന പോലെ തന്നെ ഫലപ്രദമാണ് എന്ന കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാനാവാത്തത് എന്ന് കോടതി ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് പൊതുവായിട്ട് ഇന്ന് പറയാനുള്ള കാര്യം.